$40,000 എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയ ഞാൻ ഈ രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഈ ഒരു ലയബിലിറ്റിയുടെ റീപേയ്മെന്റ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $50,000 കൂടി ലോൺ എടുത്ത് ഞാൻ ഒരു കാറ് വാങ്ങിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. പക്ഷെ രണ്ടുപേരുടെ അഭിപ്രായം ഞാൻ നന്നായിട്ട് വാല്യൂ ചെയ്യും. ഒന്ന് എന്റെ ബുക്ക് കീപ്പർ, രണ്ട് എന്റെ ടാക്സ് കൺസൾട്ടന്റ്. ഞങ്ങൾ മൂന്ന് പേരും ഓഫ് റെക്കോർഡ്സ് അഗ്രി ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ $50,000 ലോണുള്ള കാറിനെ ഒരിക്കലും ഒരു ലയബിലിറ്റി ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്കതൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആണ്. അതിന്റെ ലോൺ അടയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ആ വണ്ടിയിൽ കയറുന്ന ഓരോ പാസഞ്ചേഴ്സും ആണ്. ആൻഡ് വെൻ ഐ സേ ഇൻകം, ആ വണ്ടി ഒരു ടിപ്പിക്കൽ ആഴ്ചയിൽ എത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നടുവേദനയുടെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരുപാട് ലോങ് അവേഴ്സ് ഒന്നും ഇരുന്ന് ഞാൻ ഓടിക്കാറില്ല. പക്ഷെ എന്തായാലും കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ഇപ്പോൾ ഊബറിന്റെ അകത്തുനിന്ന് ഒരു 1,050, ലിഫ്റ്റിൽ നിന്ന് ഏകദേശം ഒരു $454, ടോട്ടൽ $1,504 എന്റെ വണ്ടി ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ $1,00,000 സൈഡ് ഇൻകം. ക്യാഷ് ടിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ രാജ്യത്ത് വരുമാനം കൂടുമ്പോൾ നമ്മുടെ ടാക്സ് ഒബ്ലിഗേഷൻ കൂടും. അവിടെയാണ് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഞാൻ മറ്റൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് പകരം ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകം ചൂസ് ചെയ്തതിൽ എനിക്ക് അഭിമാനമുള്ളത്. കാരണം വണ്ടിയുടെ എല്ലാ എക്സ്പെൻസുകളും ഡെപ്രിസിയേഷൻ ഉൾപ്പെടെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ റിയാലിറ്റിയിൽ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. സോ എൻ്റെ എഡ്യൂക്കേഷൻ ലോണും കാർ ലോണും കൂടി കൂടിയിട്ടുള്ള ടോട്ടൽ 90K ഡെപ്റ്റിനേക്കാളും ഇൻകം എനിക്കൊരു സിംഗിൾ ഇയറിൽ ഫുൾ ടൈം ജോലിയിൽ നിന്നും സൈഡ് ഹസിൽ നിന്നും കൂടിയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നാട്ടിലെ ഫൈനാൻഷ്യൽ റിസർവ്സ് ബിൽഡ് ചെയ്യാന്നുള്ളൊരു ഗോളാണ് എനിക്ക് പാസ് ഓഫ് നൗ ഉള്ളത്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ NRIകൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് ഏൺ ചെയ്യുന്ന പൈസ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്. അതിന് കുറച്ച് നടുവേദന സഹിക്കാൻ ഞാൻ റെഡിയാണ്.